നമസ്കാരമുണ്ടേ. നമ്മൾ ഇന്നൊരു പൊതിച്ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുക. ഓണമൊക്കെ കഴിഞ്ഞപ്പം കണ്ടോ, ഭയങ്കര വെയിലും തെളിഞ്ഞ് ഭയങ്കര പ്രകൃതിയെല്ലാം ഭയങ്കര തിളങ്ങി നിൽക്കുക. അപ്പം ഞങ്ങളിങ്ങനെ ഓണമെല്ലാം കറങ്ങിത്തിരിഞ്ഞ് നടന്ന് ഫുഡ് കഴിച്ച് വയറൊക്കെ ഹെവി ആയിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് എന്നാ കഴിക്കും എന്നാലോചിച്ചപ്പം ഒരു നൊസ്റ്റാൾജിയ ഐറ്റം കഴിക്കണമെന്ന് തോന്നി. അന്നേരം ഞാൻ പറഞ്ഞു, ചെറിയ ചെറിയ കറികൾ വെച്ചിട്ട് ഒരു പൊതിച്ചോറ് കെട്ടി വെക്കാം, ഉച്ചയ്ക്ക് കഴിക്കാമെന്ന്. അപ്പോൾ ആ പൊതിച്ചോറിനകത്ത്, അപ്പം ഞാൻ സ്കൂളിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന പൊതിച്ചോറൊന്നുമല്ല, ഞാൻ സ്കൂളിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന പൊതിച്ചോറ് ഞാൻ പിന്നെ ഒരു ദിവസം കെട്ടി കാണിക്കാം. ഇപ്പം ഞാൻ സാധാ നമ്മളൊരു പൊതിച്ചോറെന്ന് പറയുന്നതിനകത്തൊരു, എൻ്റെ കൂട്ടുകാരൊക്കെ അങ്ങനത്തെ പൊതിച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്തുണ്ടായിരുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്കൊരു പൊതിച്ചോറ് കെട്ടാം. ഓക്കെ, വാ. അപ്പം നമ്മൾ പൊതിച്ചോറിന് എന്നൊക്കെ ഐറ്റംസ് ആണെന്ന് നോക്കണ്ടേ. ഒരു മീൻ വറുത്തത് വേണം എന്നില്ല. ഞങ്ങളൊന്ന് സ്കൂളിൽ പോകുമ്പം പൊതിച്ചോറിനകത്ത് മീൻ വറുത്തത് കാണത്തില്ല. കാരണം നമ്മൾ സോപ്പൊന്നും കൊണ്ടല്ല പോകുന്നത്, കയ്യേല. അന്ന് മത്തി, അയല, കിളിയൊക്കെയാണല്ലോ മേടിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഉളുമ്പ് കൂടുതലുള്ള മീനുകളാണ്. അപ്പോൾ കയ്യേലൊക്കെ വണം നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊന്നും പൊതിച്ചോറിന് കൊണ്ടുപോകത്തേയില്ല. പക്ഷേ ഇപ്പോൾ പൊതിച്ചോറ് കാണിക്കുന്നതിനകത്തെല്ലാം ഒരു മീൻ വറുത്തത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു മീൻ വറുത്തത് വെക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഒരു ചമ്മന്തി, ഒരു തോരൻ, ഒരു മെഴുക്ക് വരട്ടി, ഒരു മുട്ട പൊരിച്ചത്, പിന്നെ വേണമെങ്കിലൊരു ചെറിയ കഷ്ണം അച്ചാറോ ഒക്കെ വെക്കാം. അപ്പം ഓരോന്ന് ഉണ്ടാക്കി നോക്കാം. അതിനകത്ത് ആദ്യം എന്നാന്ന് ചോദിച്ചാൽ, മീൻ വറക്കാനായിട്ട് പുരട്ടി വെക്കാം. അതാകുമ്പോൾ നമ്മൾ മറ്റുള്ള കറികൾ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും അത് മസാലയൊക്കെ പിടിച്ചിരിക്കും. എന്നിട്ട് നമുക്ക് വറുത്തെടുക്കാം. മീൻ വറക്കാനായിട്ട് ഞാൻ ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡ് നോക്കിയിട്ട് ഫിഷ് മസാല ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഞാനൊരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ശകലം മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടാതെ ഞാൻ ഇതിനകത്ത് മീൻ വറക്കുന്നതിനകത്ത് ഒരു ശകലം ഗരം മസാലപ്പൊടി ചേർക്കും. ഒരു പിഞ്ച് ഗരം മസാലപ്പൊടി. അപ്പോൾ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. അതിനൂടെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കും. ഉപ്പ് ഇടുമ്പോൾ നമ്മൾ സൂക്ഷിച്ചിടണം. ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് പിന്നെ കൂട്ടാമല്ലോ. എന്നിട്ട് ഞാനിത്, നമ്മൾ എന്തായാലും എണ്ണ ഒഴിച്ചിട്ടാണല്ലോ വറക്കുന്നത്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ അരപ്പ് എണ്ണ ഒഴിച്ചിട്ട് കുഴയ്ക്കും. അല്ല വേണ്ട, സ്പൂണ് വെച്ച് കുഴയ്ക്കണം. നമുക്ക് കൈ വെച്ച് തന്നെ കുഴയ്ക്കാം. മീൻ മിക്സ് ചെയ്യണമെങ്കിൽ കൈ വെച്ചിട്ടല്ലേ മിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മീൻ പെരളാൻ ആവശ്യമുള്ള പൊടിയെടുത്ത് ഇതുപോലെ ആക്കിയിട്ട് എണ്ണ ഒഴിച്ച് കുഴച്ചിട്ട് ഞാനിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി. അതാകുമ്പം മസാല പിടിക്കാനായിട്ടേ എളുപ്പമുണ്ട്. പൊതിക്കകത്ത് വെക്കാനായിട്ടൊരു കുഞ്ഞി കഷ്ണം വെക്കുവോ, നീളത്തിൽ പൊതിക്കകത്ത് വെക്കാൻ പറ്റില്ലല്ലോ, പൊതിയാൻ പാടല്ലേ. ഇതെല്ലാം കൂടെ നമുക്ക് പുരട്ടി വെക്കാം. ഇപ്പോൾ ഫിഷ് മസാല ചേർത്ത് എന്നാന്ന് ചോദിച്ചാൽ, എന്നും മീൻ വറക്കുമ്പോൾ ഞാൻ ഫിഷ് മസാല ആയിരിക്കുമല്ലോ ചേർക്കുന്നത്, മുളക് പൊടിയൊക്കെ ആയിരിക്കും ചേർക്കുന്നത്. ഇന്നിപ്പോൾ ചേർത്ത് എന്നാന്ന് വെച്ചാൽ എൻ്റെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പേസ്റ്റ് തീർന്നിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തില്ലെങ്കിൽ മസാല കറക്റ്റ് അല്ലെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തില്ല. വെറുതെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് തിരുമിയാൽ പോരല്ലോ. അതിനാണ് ഫിഷ് മസാല ഇട്ടത്. അപ്പം ഇത് നന്നായിട്ട് പിടിക്കട്ടെ ഇവിടെ ഇരുന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ഇത് വറുത്തെടുക്കാം. അപ്പോഴേക്കും ഇത് നല്ല മസാലയൊക്കെ പിടിച്ചിരിക്കും, നല്ല ടേസ്റ്റ് ആവും വറക്കുമ്പോൾ. അപ്പോൾ നമുക്ക് കിഴങ്ങ് മെഴുക്ക് വരട്ടി സ്റ്റാർട്ട് ചെയ്യാം. മീൻ വറക്കാനായിട്ട് എടുത്ത് വെച്ചല്ലോ, ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. നമ്മളെല്ലാ കറിയും ഉണ്ടാക്കുമ്പം കടുക് പൊട്ടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കടുക് പൊട്ടിച്ച് അതിനകത്തോട്ട് ബാക്കി കാര്യങ്ങൾ ചേർത്തിട്ട് ഉണ്ടാക്കുന്നത്. ഒരു സവാള വഴണ്ടിട്ട് ചേർക്കാനൊന്നും നിൽക്കണ്ട, ഇതെല്ലാം കൂടെ കിടന്നിട്ട് വഴണ്ടതാണ്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് ക്രഷ്ഡ് ചില്ലി ഇടുന്നത് നല്ലതാണ്.
നല്ല എരിവുള്ള മുളകിൻ്റെയാണ്, അതുകൊണ്ട് കുറച്ച് ചേർക്കാം. ഞാനിത് ഇവിടെ മുളക് മേടിച്ചിട്ട് വെറുതെ ക്രഷ് ചെയ്ത് വെക്കണം. ഇളക്കുക. ഇതിനകത്തോട്ട് കിഴങ്ങും കൂടെ പെറുക്കിയിടാം. കിഴങ്ങ് അരിയുമ്പോഴേ വെള്ളത്തിലിട്ട് വെച്ചാൽ കിഴങ്ങിൻ്റെ കളർ മാറില്ല, അല്ലെങ്കിൽ കളർ മാറി വേറൊരു കറയുടെ കളർ വരും. കിഴങ്ങിൽ കറ പിടിക്കും, കിഴങ്ങ് ആപ്പിളൊക്കെ. ഇപ്പം ഞാൻ തീ കൂട്ടി വെച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി നല്ലോണം ചൂടാവുന്നിടം വരെ തീ കൂട്ടി വെക്കും. അത് കഴിഞ്ഞിട്ട് ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ഇപ്പം തന്നെ ചേർത്തേട്ടെ. ഇതെന്ത് വേവാറാവുമ്പോഴേ ഉപ്പ് ഒന്നുകൂടെ നോക്കിയാൽ മതി, ഉപ്പുണ്ടോ, ഉപ്പ് കുറവാണോ എന്നൊക്കെ. കുറവേ വരുള്ളൂ, കൂടുതൽ വരില്ല. ഇത് നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഇത് ഞാൻ വെള്ളം ഒഴിക്കുകയല്ലേ കിഴങ്ങ് വേകാനായിട്ട്. ഇത് ഈ ആവിക്ക് തന്നെ തീ കുറച്ച് വെച്ചിട്ട് അവിടെ ഇരുന്നിട്ട് നീറി വേകും. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇടാൻ മറന്നു, കറിവേപ്പിലയിട്ടില്ല. നമ്മൾ പറിച്ച കറിവേപ്പില തീർക്കും, അതുകൊണ്ട് റോസൻ കറിവേപ്പിലിടാം. നമ്മുടെ കറിവേപ്പിലയുടെ സ്റ്റോക്കൊക്കെ തീരാറായി, പറിച്ചുകൊണ്ട് വരാറായി. ഇനി ചമ്മന്തി അരയ്ക്കണ്ടേ? ചമ്മന്തി അരയ്ക്കാൻ വെറുതെ പച്ചച്ചമ്മന്തി അല്ല ഞാൻ അരയ്ക്കുന്നത്. ഇത് ചമ്മന്തി അരയ്ക്കാനായിട്ടുള്ള ഉള്ളിയും മുളകും കൂടെ മൂപ്പിക്കാനുള്ളതാണ്. നേരത്തെയൊക്കെ നമ്മൾ ചമ്മന്തിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അടുപ്പിലിട്ട് ചുട്ടെടുക്കുമായിരുന്നു. അപ്പോൾ എപ്പോഴും വിറകടുപ്പ് കാണും നമ്മുടെ വീട്ടിൽ. അപ്പോൾ കഞ്ഞിയൊക്കെ വെച്ച് അതിനിടയ്ക്ക് സമയം ഈ സ്കൂളിൽ പോകുന്ന ആ സമയത്തൊക്കെ കനൽ ഇഷ്ടം പോലെ അടുപ്പിൽ കനൽ കാണും. അടുപ്പ് കംപ്ലൈൻ്റ് അതാണ്. അപ്പോൾ കനൽ കാണും അടുപ്പിൽ. അപ്പോൾ അതിനകത്തോട്ടിട്ട് ഒരു 5-6 വറ്റൽമുളകും ഉള്ളിയും കൂടെ ഇങ്ങോട്ടിടും, ചുട്ട് ഇങ്ങെടുക്കും. എന്നിട്ട് അത് വെച്ചിട്ടാണ് അരയ്ക്കുന്നത്. പക്ഷെ കല്ലിലൊക്കെ അങ്ങനെയൊക്കെ വെച്ചിട്ട് അരച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. ഇതിപ്പോൾ ഏകദേശം ആ ടേസ്റ്റിൻ്റെ അടുത്തൊക്കെ വരും, ഞാൻ വരുത്തും. ഈ മുളക് ഭയങ്കര എരിവാണ്, അതുകൊണ്ട് നോക്കിയൊക്കെ ഇടണം. നോക്കിയിട്ടാൽ എരിവ് കുറയുമോ എന്ന് ചോദിക്കണം. മുളകിനൊക്കെ എന്നെ പോലെയാണ്, ഭയങ്കര നീളമുള്ള മുളകാണ്, കണ്ടോ. ഇനി ഇതിനകത്തോട്ടൊരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം, അപ്പോൾ അത് പെട്ടെന്ന് മൂക്കും. പച്ചയ്ക്ക് മുളക് ചേർത്ത് അരച്ചാലൊരു പച്ചച്ചോവ പോലെ വരും ചമ്മന്തിക്ക്. എനിക്ക് അങ്ങനെ ഇരിക്കും ഇഷ്ടമല്ല. ഇനി ഇത് മൂക്കട്ടെ. നമുക്ക് മുട്ടയ്ക്കുള്ള ഉള്ളി, ചുമന്നുള്ളിയൊക്കെ ഞാൻ സവോള ചേർക്കില്ല മുട്ടയ്ക്ക്, ചുമന്നുള്ളി തന്നെ ചേർക്കുള്ളൂ. ചുമന്നുള്ളി ആ ഒരു ടേസ്റ്റ്. അത് അരിഞ്ഞതാണ് മുട്ട പൊള്ളിക്കാനായിട്ട്. അപ്പം ഇതിനിടയ്ക്ക് നമുക്ക് മെഴുക്ക് പുരട്ടി എന്തോരായെന്ന് നോക്കണ്ടേ, ഇളക്കിയിടാം. നമ്മൾ വെള്ളമൊന്നും ചേർത്തല്ല, അപ്പോൾ ചൂട് പിടിക്കാതെയൊക്കെ നോക്കണം. നല്ല കളറല്ലേ, എന്താ മണം. ഒരു 2 മിനിറ്റും കൂടെ അടച്ചു വെക്കാം. ഇനി ചമ്മന്തി അരയ്ക്കാം. വേണ്ട മുളകൊക്കെ കിലാന്ന് കേൾക്കുന്നത്. ഇതിപ്പോൾ ഇതരയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ചുട്ടരച്ച ടേസ്റ്റ് വരും. അതിനകത്തിന് തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് അരച്ചിട്ട് വരാം. ആവശ്യത്തിന് ഉപ്പും ഇടണം. അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ചമ്മന്തി ഇങ്ങനെ ഉരുട്ടിയല്ലേ വെക്കുന്നത്. കല്ലേലാകുമ്പോൾ ഒറ്റ ഉരുളിയായിട്ട് നമുക്ക് ഉരുട്ടി എടുക്കാം. എല്ലാം കൂടെ വടിച്ചു കൂട്ടി. ഇത് മറ്റേ ക്യൂൻ ഓഫ് ഗ്രേ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട്. ആ പുള്ളിക്കാരി ഇങ്ങനെ ഒരു പ്രാവശ്യം ചമ്മന്തി ഉരുട്ടുന്നതുകൊണ്ട് കൊതിയായി കണ്ടിട്ട്. അത്രയ്ക്ക് നല്ല ചമ്മന്തിയാണ് ഉരുട്ടുന്നത് കണ്ടിട്ട്. അന്ന് ഞാൻ അവരുടെ ഫാനായതാണ്. ചമ്മന്തി എപ്പോൾ ഉണ്ടാക്കിയാലും എനിക്ക് അവരെ ഓർമ്മ വരും. ക്യൂൻ ഓഫ് ഗ്രേ, പേരെനിക്കറിയില്ല.
ചമ്മന്തി എന്ന് പറയുന്നത് ഒത്തിരി അരഞ്ഞ ചമ്മന്തി അല്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുള്ളൂ. എനിക്ക് ചമ്മന്തി പേസ്റ്റ് പോലെ അരിയുന്ന ഇഷ്ടമല്ല, തരിതരിപ്പായിട്ട് അരിയണം. അപ്പം മെഴുക്കുവരട്ടി ശരിയായിട്ടുണ്ട്. കുറച്ചും കൂടി ഉപ്പിടാവേ, ശകല ഉപ്പ് കുറവാണ്. ഒന്നുകൂടെ ഇളക്കാം. നിർത്തി വെക്കാം, ഇത് മാറ്റി വെക്കാം, അടുത്ത സാധനം ഉണ്ടാക്കാം. അപ്പോൾ തോരൻ ഉണ്ടാക്കാൻ പോയത് നമ്മൾ ചമ്മന്തിക്ക് ഉള്ളിയും മുളകും വറുത്ത ചട്ടിയാണേ, അതിനകത്ത് തന്നെ ഉണ്ടാക്കാം. എണ്ണ ഒഴിച്ചു, എണ്ണ ചൂടാകുമ്പം കടുകിടണം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, കടുകിട്ട് കൊടുക്കാം. അരപ്പിട്ടേ, തോരൻ്റെ അരപ്പ് സാധാ തോരൻ അരയ്ക്കുന്ന പോലെ അരച്ചു. അരപ്പൊന്ന് മൂത്ത് കഴിയുമ്പം ഇതിനകത്തേക്ക് നമ്മൾ പയറിടും. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി തട്ടിപ്പൊത്തി വെക്കണം. തട്ടിപ്പൊത്തി വെക്കാൻ അറിയാമോ ജയ്സ? എങ്ങനെയാണ് തട്ടിപ്പൊത്തി വെക്കുന്നത്? ഇങ്ങനെ വെക്കുന്നതിനാണ് തട്ടിപ്പൊത്തി വെക്കുക എന്ന് പറയുന്നത്. ഇത് മൂടി വെക്കണം. ഒരു മൂടി എടുത്തതിന് മൂടാം. മീൻ വറക്കാനിടാവേ. അരപ്പൊക്കെ പിടിച്ച് മീൻ കുറേ നേരമായിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഇങ്ങനെ ഇട്ടാൽ മതിയോടാ? ഇങ്ങനെ ഇടാനാണോ നീ പറഞ്ഞേ? ഓരോരുത്തർക്കും പറ്റിയ വയറാണോ തലയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അവനവൻ്റെ തലയും വയറും ഒക്കെ അവനവൻ തിരിച്ചറിഞ്ഞോണം. അയ്യോ, ഇവൻ്റെ വയറെവിടെ പോയി? അയ്യോ, അവൻ്റെ വാലെവിടെ പോയടാ? അയ്യോ, ആ എണ്ണയ്ക്കകത്ത് കുഴച്ചുകൊണ്ട് കണ്ടോ, മീൻ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നു. നല്ല വെള്ളമൊന്നും വറ്റാതെ നല്ല സൂപ്പറായിട്ടിരിക്കുന്നു. ഒരു ഗ്ലേസിങ്ങോടെ ഇരിക്കുന്നു. അപ്പം നമുക്കിനി മുട്ട പൊരിക്കാനുള്ളത് ചെയ്ത് വെക്കാം. മീൻ വറുത്തതും തോരനും കൂടെ റെഡിയായി. അപ്പോൾ മുട്ട പൊരിക്കാം. മുട്ട പൊരിക്കാനുള്ള ഞാൻ ഇതിനകത്ത് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കേട്ടോ. പണ്ടൊക്കെ നമ്മൾ മുട്ട പൊരിക്കുമ്പോഴത്തേനും മുട്ടയ്ക്കകത്ത് തേങ്ങ ചേർക്കും. തേങ്ങ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ്. തോരനൊരു 1 മിനിറ്റും കൂടെ വേണം, 1-2 മിനിറ്റ് കൂടെ വേണം. ഇതിൻ്റെ അകത്ത് ശകല വെള്ളം ചേർത്തേ ഇല്ല, പക്ഷേ എന്നിട്ട് വെള്ളം വറ്റാൻ വെള്ളമില്ല. നമുക്ക് മീൻ മറിച്ചിടാം, തിരിച്ചിടാം. മറിച്ചിടുമ്പം ജെയ്സൺ പറഞ്ഞ പോലത്തെ ഷേപ്പിലൊന്നും വീഴുകയല്ല കേട്ടോ. നല്ല മൂത്തിട്ടുണ്ട് ഒരു സൈഡ്. മുട്ട പൊരിക്കാം, 2ആയിട്ട് പൊരിക്കാം.
ഓംലെറ്റ്. പൊട്ടാതെ മറിഞ്ഞ് കിട്ടിയാൽ ഭാഗ്യമെന്ന് പറയാനേ പറ്റത്തുള്ളൂ. വേണ്ട, പൊള്ളി വരുന്നുണ്ട്, പൊള്ളി. അയ്യോ, അപ്പം നമുക്ക് പൊതിച്ചോറ് കെട്ടാനുള്ള ഇല വാട്ടാം. അപ്പോൾ ക്ലീൻ ചെയ്ത് വാട്ടി വെച്ച ഇലയാണേ. അപ്പോൾ അതിലോട്ട് നമുക്ക് പൊതി കെട്ടാം. ചൂട് ചോറ്, ഒരു സൈഡിൽ മെഴുക്ക് വരട്ടി. ഞാനിങ്ങനെ ഈ ഇലയിലങ്ങനെ പൊതി കെട്ടിയിട്ടില്ല. ആരെങ്കിലും കെട്ടിത്തരും, കൊണ്ടുപോകുമായിരുന്നു. വെഞ്ചേട്ടൻ്റെ അമ്മ നന്നായിട്ട് പൊതി കെട്ടും. അമ്മയ്ക്ക് നല്ല വശമാണ് പൊതി കെട്ടി. അമ്മ പക്ഷേ ഒരു മറ്റേ ഇല കിട്ടാത്തപ്പം പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പർ കിട്ടത്തില്ലേടാ, അതേലൊക്കെ കിട്ടും പൊതി. ഒരു സൈഡിൽ വെക്കാം. മീൻ വറുത്തത്, എനിക്ക് പണ്ടത്തെ ചോറും പൊതിയേ, പക്ഷേ കുഞ്ഞൊരു പൊതി കെട്ടി കാണിക്കാവേ. ഇത് വലിയ പൊതിയായി. ഇത് എനിക്കും ജോജിക്കും കൂടെ ഉള്ള പൊതിയാണ്. ഇലയൊക്കെ ഇതെടുത്തേ പൊതി കെട്ടുമ്പം വല്യമ്മയൊക്കെ ഓർമ്മ വരും. അവരിങ്ങനെ പൊതി കെട്ടുന്നത് ഓർമ്മ വരും. എനിക്ക് വാലും കഷ്ണം തന്നെ വേണമല്ലോ അല്ലേ? ഇതാണ് പൊതിച്ചോറ്. ഇങ്ങനെ വെച്ചിട്ട് ഇതിനി ഒരു പേപ്പറിലോട്ട് പൊതിയും. പേപ്പറിൽ പൊതിയെന്ന് കാണിക്കാതെ. ഒറ്റ പേപ്പറെ പൊതിഞ്ഞാൽ മതി. ഒറ്റ പേപ്പറെ പൊതിഞ്ഞാൽ ഇതിപ്പം സ്കൂളിലൊക്കെ കൊണ്ടുപോകാനാണെങ്കിൽ ഇത്രയും വലിയ പേപ്പറും കൂടെ ആകുമ്പം അത്രയും കൂടെ ബാഗ് നിറഞ്ഞ് നിൽക്കും. ഇതൊരു പേപ്പറിലാണെങ്കിൽ ഇതാണ് പൊതിച്ചോറ്. അപ്പം നമ്മൾ 2 പൊതിച്ചോറ് കെട്ടി വെച്ചിട്ടുണ്ട്. ഒരെണ്ണം എനിക്ക് ജോജിക്കും, ഒരെണ്ണം ജെയ്സന്. പൊതിച്ചോറ് തുറക്കാം. ഞാൻ വാരി തരണോ, നീ വാരി കഴിക്കുമോ? നമുക്ക് രണ്ടും കൂടെ ഒരേ ഇലയിൽ നിന്ന് കഴിക്കാം.
നോക്കാവേ. വലിയ പൊതിയായോണ്ട് ഇച്ചിരി പൊട്ടിയായിരുന്നു. വാഴയിലെടുക്കണം. മുട്ടയൊക്കെ ആവിച്ചലുത്ത് നല്ല മണം. നിൽക്ക് ഞാൻ ഒരു വാരിത്തരാം. മീൻ വേണ്ട. ജോജി വെജിറ്റേറിയനാണ്. മുട്ട വേണ്ടേ? മുട്ടയും കൂടെ വെച്ചിട്ട് തരാവേ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ബായി കപ്പൽ പിടിക്കാം. എനിക്ക് മീൻ വേണേ, ഞാൻ വെജിറ്റേറിയൻ അല്ല. സ്കൂളിൽ കൊണ്ടിരുന്ന പൊതിച്ചോറിൻ്റെ ടേസ്റ്റ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ശ്രീജ എന്ന് പറഞ്ഞിട്ട്, കൊടുങ്ങൂരുള്ള. അവളുടെ അമ്മ ശാന്തമ്മ പൊതി കെട്ടി കൊടുത്തു വിടുമായിരുന്നു. ഇങ്ങനെ അവിയലൊക്കെ വെച്ച് പൊതി കെട്ടി കൊടുക്കും. ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇലയ്ക്കകത്ത് അടിപൊളി പൊതിച്ചോറ. അടിപൊളി പൊതിച്ചോറ അല്ലേ ജോജി? നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നല്ലൊരു കമൻറ്റ് തരണം. അടുത്ത എന്നാ വീഡിയോ ഇടണമെന്നൊക്കെ ഉള്ള കമൻറ്റ് തരണം കേട്ടോ. ടാറ്റ. ടാറ്റ പറഞ്ഞു ജോജി. ടാറ്റ.